ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക സഹകരണത്തിന്റെയും പ്രതീകമാണ് നളന്ദ സർവകലാശാലയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുവൈറ്റ് ദുരന്തത്തിൽ കേരള നിയമസഭ അനുശോചനം രേഖപ്പെടുത്തി. തലശ്ശേരി ബോംബ് സ്ഫോടന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. റേഡിയോ എന്ന ശ്രവണ മാധ്യമത്തിന്റെ സാധ്യതകൾ ലോകത്തിനു മുന്നിലെത്തിച്ച വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അസമിലും അരുണാചൽ പ്രദേശിലും കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം അമേരിക്കയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക സഹകരണത്തിന്റെയും പ്രതീകമാണ് നളന്ദ സർവകലാശാലയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ രാജഗിരിയിൽ നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയായി 3ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസങ്ങൾക്കുള്ളിൽ നളന്ദ സന്ദർശിക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നളന്ദ സർവകലാശാല ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പ്രതീകം എന്നതിലുപരി ആഗോള സാംസ്കാരിക പാരമ്പര്യത്തിന്റെ മാതൃകയായാണ് നിലകൊള്ളുന്നത്. അഗ്നിക്ക് പുസ്തകങ്ങൾ ദഹിപ്പിക്കാൻ കഴിയുമെങ്കിലും അതിനുള്ളിലെ അറിവിനെ നശിപ്പിക്കാൻ കഴിയില്ലെന്ന് ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. नालंदा ये केवल नाम नहीं है. नालंदा एक पहचान है, एक सम्मान है. नालंदा एक मूल्य है. नालंदा एक मंत्र है, गौरव है, गाथा है. आग की लपटों में पुस्तकें भले जल जाएं, लेकिन आग की लपटें ज्ञान को नहीं मिटा सकती. नालंदा के ध्वंस ने भारत को अंधकार से भर दिया. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, 17 രാജ്യങ്ങളിലെ പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. 450 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാല ക്യാമ്പസ് പരിസ്ഥിതി സംരക്ഷണത്തിലൂന്നി ഹരിത ക്യാമ്പസായാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുവൈറ്റ് തീപിടുത്ത ദുരന്തത്തിൽ കേരള നിയമസഭ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവരെ ആശ്വസിപ്പിക്കുന്നതായും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമാണ് കുവൈറ്റിലുണ്ടായതെന്നും മരണപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രവാസ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചാണ് കുടുംബത്തിന്റെയും നാടിന്റെയും ഭാവി ശോഭനമാക്കാൻ പ്രവാസികൾ കഠിന പ്രയത്നം ചെയ്തുവരുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ഏകോപിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഫലപ്രദമായി കൈകോർത്തതായും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ദുരന്തത്തിലൂടെ അനാഥമാക്കപ്പെട്ട കുടുംബങ്ങളെ ചേർത്ത് നിർത്താൻ എല്ലാവരും മുന്നോട്ട് വരണമെന്നും സഭാംഗങ്ങളോട് അദ്ദേഹം പറഞ്ഞു. മന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് യാത്രാനുമതി നൽകാതിരുന്ന കേന്ദ്ര നിലപാടിൽ പ്രതിപക്ഷ നേതാവ് വിമർശനം രേഖപ്പെടുത്തി. തലശ്ശേരി ബോംബ് സ്ഫോടനം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. തലശ്ശേരി എരഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വൃദ്ധൻ മരിച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് സിപിഐഎം ആണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സംഭവത്തിൽ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടന്നതായും ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞു. സർക്കാരിന്റെയും പോലീസിന്റെയും ഒത്താശയോടുകൂടി ബോംബ് നിർമ്മാണം നടക്കുകയും നിരപരാധികൾ മരിക്കുകയും ചെയ്തതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപണമുന്നയിച്ചു. സംഭവത്തിൽ കേസെടുത്ത് ഊർജിതമായ അന്വേഷണം നടന്നുവരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയായി പറഞ്ഞു. കുറ്റക്കാരായ 15 പേരെയും അറസ്റ്റ് ചെയ്ത് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. വെടിമരുന്ന്, ബോംബ് നിർമ്മാണം എന്നിവയ്ക്ക് എതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ സർക്കാർ ഗൌരവമായാണ് കാണുന്നതെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതെ നോക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിക്കുകയായിരുന്നു. മൻ കി ബാത്ത് ജില്ലാതല ക്വിസ് പരിപാടിയുടെ 3ാം സീസൺ മത്സരങ്ങളും വായന ദിനാചരണവും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ച വിഷയങ്ങൾ രാജ്യനിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. റേഡിയോ എന്ന ശ്രവണ മാധ്യമത്തിന്റെ സാധ്യതകൾ ലോകത്തിനു മുന്നിലെത്തിച്ച വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ദേശീയ വായന ദിനത്തിന്റെ ഭാഗമായി സ്കൂളിൽ ഒരുക്കിയ പ്രദർശനം കേന്ദ്ര സഹമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വായന മനസ്സിലാക്കൽ മാത്രമല്ല,
മാത്രമല്ല സ്വാംശീകരണം കൂടിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. കേരളത്തിലെ ശ്രദ്ധിക്കപ്പെടാത്ത പല കാര്യങ്ങളും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചതിലൂടെ ലോകശ്രദ്ധ നേടിയതായി ശ്രീ വി മുരളീധരൻ പറഞ്ഞു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ പട്ടം സെന്റ് മേരീസ് സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30-ന് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 111-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ നമോ മൊബൈൽ ആപ്പിലോ 1800117800 എന്ന നമ്പറിലോ സന്ദേശങ്ങളും ആശയങ്ങളും അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ശശാങ്കാസനത്തിന്റെ വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. നടുവേദന, മലബന്ധം എന്നിവയ്ക്ക് ആശ്വാസം ലഭിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ശശാങ്കാസനം നല്ലതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ ഉയർന്ന രക്തസമ്മർദ്ദം, സന്ധിവാതം എന്നിവയുള്ളവർ ശശാങ്കാസനം ഒഴിവാക്കേണ്ടതാണ്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ജലപ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. നഗരത്തിലുടനീളം വാട്ടർ ടാങ്കർ വിതരണ കേന്ദ്രങ്ങളിൽ ജനങ്ങളുടെ നീണ്ട നിരയാണ് കാണപ്പെടുന്നത്. സംഗം വിഹാർ, വസന്ത് വിഹാർ, ചാണക്യപുരി, ഉത്തം നഗർ, മോത്തി നഗർ തുടങ്ങി നിരവധി പ്രദേശങ്ങൾ ജലക്ഷാമത്തിൽ വലയുകയാണ്. ജലപ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപക പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. അതേസമയം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി ഹരിയാനയിലെ BJP സർക്കാർ ഡൽഹിയിലെ ജലവിതരണം തടസ്സപ്പെടുത്തുകയാണെന്ന് ഡൽഹി സർക്കാർ ആരോപിച്ചു. അസമിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിൽ 15 ജില്ലകളിലെ 1,60,000-ത്തിലധികം ജനങ്ങൾ ദുരിതത്തിലായി. കരിംഗഞ്ച് ജില്ലയിൽ ഇന്നലെ രാത്രിയുണ്ടായ മണ്ണിടിച്ചിലിൽ 5 പേർ കൊല്ലപ്പെട്ടു. ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും ഇന്നും നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുവാഹത്തി നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രളയബാധിത ജില്ലകളിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. അരുണാചൽ പ്രദേശിൽ മഴ ശക്തമായി തുടരുന്നു. കിഴക്കൻ കാമെങ്, പാപ്പുംപാരെ, ദിബാംഗ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. കാർസിംഗ്സ പ്രദേശത്ത് മിന്നൽ പ്രളയത്തെ തുടർന്ന് ദേശീയപാതയുടെ ഒരു ഭാഗം ഒലിച്ചുപോയതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. റോഡ് പൂർവ്വസ്ഥിതിയിലാകുന്നതുവരെ ദേശീയപാതയിൽ നിർജുലി മുതൽ ബന്ദർദേവ വരെയുള്ള പ്രദേശം അടച്ചിടാൻ ഇറ്റാനഗർ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടു. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ നാളെ മുതൽ ശനിയാഴ്ച വരെ കേരള തീരത്തും മറ്റന്നാൾ മുതൽ കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 2020 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 8 മണിക്ക് അമേരിക്കയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ മത്സരം. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെയും ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസിനെയും നേരിടും. ഈ റൌണ്ടിലെ എല്ലാ മത്സരങ്ങളും വെസ്റ്റ് ഇൻഡീസിലാണ് നടക്കുക. ഈ മാസം 29-ന് ബാർബഡോസിലാണ് 2020 ലോകകപ്പ് ഫൈനൽ നടക്കുന്നത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ ക്രിക്കറ്റ് ഏകദിന പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം ആരംഭിക്കുക. ഞായറാഴ്ച നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 143 റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു. ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഈ മാസം 23-ന് നടക്കും. ഹജ്ജ് തീർത്ഥാടനത്തിന് ഈ വർഷം എത്തിയ 550-ലേറെ തീർത്ഥാടകർക്ക് കനത്ത ഉഷ്ണതരംഗത്തെ തുടർന്ന് മക്കയിൽ വെച്ച് ജീവൻ നഷ്ടമായതായി ഔദ്യോഗിക കണക്കുകൾ. താപനില 50 ഡിഗ്രി സെൽഷ്യസ് കടന്നതാണ് മരണസംഖ്യ ഉയരാൻ കാരണം. മരിച്ചതിൽ 320ഓളം പേർ ഈജിപ്ത് പൌരന്മാരാണ്. 60ഓളം ജോർദാൻ പൌരന്മാർ മരിച്ചെന്നാണ് റിപ്പോർട്ട്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക സഹകരണത്തിന്റെയും പ്രതീകമാണ് നളന്ദ സർവകലാശാലയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുവൈറ്റ് ദുരന്തത്തിൽ കേരള നിയമസഭ അനുശോചനം രേഖപ്പെടുത്തി. തലശ്ശേരി ബോംബ് സ്ഫോടന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. റേഡിയോ എന്ന ശ്രവണ മാധ്യമത്തിന്റെ സാധ്യതകൾ ലോകത്തിനു മുന്നിലെത്തിച്ച വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അസമിലും അരുണാചൽ പ്രദേശിലും കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. 2020 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം അമേരിക്കയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.